ഞാൻ സരിത. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ടേസ്റ്റ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി നമ്മൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖം നല്ലതുപോലെ ക്ലിയർ ആക്കാനായിട്ട് പറ്റും. അറ്റ്ലീസ്റ്റ് നമ്മളിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, അതിന് കടയിൽ പോകണം, മേടിക്കണം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വേണ്ട. പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങളായിരിക്കും എന്താണ് ഉണ്ടാക്കി എടുക്കാവുന്നതെന്ന്. അപ്പോൾ അത് വലിയ സസ്പെൻസ് ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സാധനമാണ്, അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇത് എന്തിനാണ് ഈ ഫേസ് പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഈ ഓപ്പൺ പോർസ് ഉള്ളവരുണ്ട്, ഒരുപാട് പേര് മുഖക്കുരു, അത് പാടുകൾ, അതുപോലെ ആക്നെ, പിന്നെ പിഗ്മെൻറ്റേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇതെങ്ങനെ മാറണം. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഉള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ചില ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് 1.5 വിട്ട് അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. അതല്ലാത്തവർക്ക് നമ്മളുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഒരു ഫേസ് പാക്ക് ആണിത്. നന്നായിട്ട് നമ്മുടെ ഉള്ളിലെ ആ ഡേർട്സും കാര്യങ്ങളും എല്ലാം എടുത്ത് നല്ല വൃത്തിയാക്കി തരും. നിങ്ങൾക്കത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ, അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി കൂടുതൽ പറയുന്നില്ല. ഞാൻ ആദ്യം നിങ്ങൾക്ക് പാക്ക് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇഫക്റ്റ് കാണിച്ചു തരാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എത്രമാത്രം നല്ല ഒരു സംഭവമാണെന്നുള്ളത്. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫേസ് പാക്ക്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം. അപ്പം ഞാൻ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നന്നായിട്ട് മുഖം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം ഈ വശത്തൊക്കെ ഉള്ള കുഴികളും, അതുപോലെ തന്നെ ഇപ്പോൾ ചിലർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആക്നെ ഉണ്ടാവും. ആക്നെ, അതുപോലെ തന്നെ മുഖക്കുരു ഒക്കെ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അതുപോലെ പാടുകൾ, പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റും. പിന്നെ ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്ലിയർ ആവും, നല്ലതായിട്ട് ഫേസ് ക്ലിയർ ആവും. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അത് ഈ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ 2 എണ്ണം ആയാലും മതി. ആ 2 ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത്. നമുക്കിങ്ങനെ അത്യാവശ്യം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും, പ്രത്യേകിച്ച് മുഖക്കുരുക്കാരുടെയും ഇങ്ങനെ ഓപ്പൺ പോർസ് ഒക്കെ ഉള്ളവർ എപ്പോഴും വീട്ടിൽ സൂക്ഷിക്കുന്ന കാര്യമാണ് കേട്ടോ. ഇത് നമ്മളൊരു 10 മിനിറ്റ്സ് വെക്കണം കേട്ടോ. ഡ്രൈ ആവുകയാണെങ്കിൽ മീൻസ് ഉണങ്ങുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കണം. ഒരുപാട് വലിഞ്ഞ് മുറുകുന്നതിന് മുമ്പ് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിത് വ്യത്യാസം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. നമുക്ക് ആദ്യത്തെ ആ ഒരു യൂസിൽ തന്നെ നല്ലതുപോലെ സ്കിൻ ക്ലിയർ ചെയ്യും കേട്ടോ. നമുക്ക് ഉള്ളിൽ തന്നെ അഴുക്കൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ സ്കിൻ ഒരു ക്ലിയർ ആവും. പിന്നെ ഈവൻ നിങ്ങൾക്ക് ഇപ്പം ഓപ്പൺ പോർസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മീൻസ് കുഴികളും അതുപോലെ മുഖക്കുരു, ആഗ്നെ, അങ്ങനെയൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് മാറണമെങ്കിൽ ഒറ്റ യൂസിൽ പറ്റില്ല, റെഗുലറായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ 1-2 ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അതല്ലാണ്ട് നമുക്കിപ്പം ഇങ്ങനെ എന്താ പറയുക, ചെറിയതായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാനാണ്, മുഖം ക്ലിയർ ആക്കാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഈവൻ സ്ക്രബായിട്ട് നിങ്ങൾക്കിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാം. നല്ലൊരു സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ അലോവേറ ജെല്ല്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താ പറയുക മോയ്സ്ചറൈസർ അപ്ലൈ. അപ്പോൾ ഞാൻ ഇപ്പം അലോവേറ ജെല്ലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഏത് പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മളുടെ സ്കിന്നിലെ ആ ഈ ജലാംശമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ വ്യത്യാസം നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണണ്ട എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇതുപോലെ 2 ചിരട്ട എടുത്തിട്ട് ഒന്ന് ക്ലീനൊക്കെ ചെയ്യണം കേട്ടോ. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റൗവിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഇത് എന്നിട്ട് കത്തിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കണം. അപ്പോൾ പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പുറത്ത് വെച്ചിട്ട് കത്തിച്ചെടുക്കുകയാണ്. അതല്ല നമുക്കിപ്പം ചില ആൾക്കാർക്കൊന്നും പുറത്തധികം സ്ഥലം ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തിക്കുക. ഇതുപോലെ കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് ഗ്യാസിൽ വെച്ചിട്ട് കത്തി ജസ്റ്റ് പെട്ടെന്ന് തന്നെ കത്തും കേട്ടോ. നല്ല ഉണങ്ങിയ ചിരട്ടയാണെങ്കിൽ പെട്ടെന്ന് കത്തും. അതിനുശേഷം മാറ്റിയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് വേണം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുത്തൊന്നും അങ്ങനെ ചെയ്യരുത്. ഇതുണ്ടോ. അപ്പോൾ ഇതുപോലെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാത്രം എടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഇതിങ്ങനെ എടുത്തിടാം. അപ്പോൾ ഫുള്ളും എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് റോസ് വാട്ടർ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് തീ കത്തിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിനകത്ത് ഇതൊക്കെ കരിയൊക്കെ ഒന്ന് പോയി റോസ് വാട്ടറിൽ തന്നെ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. മീൻസ് റോസ് വാട്ടർ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മളിത് ഒരു ഇതിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കണം കണ്ടോ. അപ്പോൾ ഇതുപോലെ കുറേ പ്രൊസീജിയർ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്കൊരു ഇതിൽ ബോട്ടിലൊക്കെ ആക്കി നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിൻ്റെ ഇമ്പ്യൂരിറ്റീസ് കളയാനായിട്ടുള്ള അഴുക്ക് കളയാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ്. അതുപോലെ ഇത് ഹെയർ കെയർ ഒക്കെ ചെയ്യാനായിട്ടും ഒക്കെ നല്ലതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇപ്പം നമുക്ക് സ്കിൻ കെയർ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതുപോലെ പിരുകമൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ അതിനൊക്കെ നല്ല ഒരു സംഭവമാണ്. നല്ല കറുപ്പ് കിട്ടും മുടിക്കൊക്കെ. അതുപോലെ സ്കിന്നിൽ അഴുക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വറ്റണം കേട്ടോ വെള്ളം. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആവുമ്പം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഒന്നുകിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇടിക്കണ ഇതുണ്ടെങ്കിൽ അതിലിട്ട് ഇടിച്ചെടുക്കുക. അതല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലായാലും മതി. അപ്പം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടി കേട്ടോ. കാരണം നമ്മളുടെ മുഖത്ത് ഇടാനായതുകൊണ്ട് ഒട്ടും തരിയില്ലാണ്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ടെങ്കിലും നന്നായിട്ട് പൊടിയും. അപ്പോൾ ഇതിലാണെങ്കിലും നമുക്ക് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബോട്ടിലിനകത്താക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. കാരണം നമുക്ക് ഓരോ സമയത്ത് കുറേശ്ശെ മതി. അപ്പോൾ ഇത് ധാരാളമാണ്, കുറേ നാളത്തേക്ക് ഉണ്ടാവും. കുറേ കാലം ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ. കുറച്ച് മെനക്കെട്ട പണിയാണ്, അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നിച്ച് ഉണ്ടാക്കുക. അപ്പം നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിനകത്ത് ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ. നമ്മൾ കുറച്ച് ഓറഞ്ച് പീൽ പൗഡർ ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് വേണ്ടത് മുൾത്താണി മിട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു 1/2 ടീസ്പൂൺ വേണം. അടുത്തത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചാർക്കോൾ പൗഡറാണ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ. ഇത്രയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ ഇല്ല, മുൾത്താണി മിട്ടി ഉള്ളെങ്കിൽ മുൾത്താണി മിട്ടിയും ഈ ചാർക്കോൾ പൗഡറും മാത്രം മതി കേട്ടോ, ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡറും കൂടെ. അപ്പം ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ 1-2 ദിവസങ്ങളിൽ ചെയ്യണം കേട്ടോ. പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ കാര്യമൊക്കെ അതുമാതിരി തന്നെ ഫോളോ ചെയ്യുക. അല്ലാത്തവർക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം ചെയ്താലും മതി. ഇപ്പം നിങ്ങൾക്ക് മുഖം ഒന്ന് ക്ലിയർ ആക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.